ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ആനിമൽ റെസ്ക്യൂസിന്റെ ആവശ്യം പോലും നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു. ആരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഇവർക്കില്ലാത്തതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ആളുകൾ ഇതിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അന്നേരം ഞാൻ ഡോഗ്സിനെ ആണെങ്കിലും ക്യാറ്റ്സിനെ ആണെങ്കിലും നല്ലപോലെ സ്നേഹിക്കുന്ന ഒരു ആളാണ്. അന്നേരം ഇതേപോലെ ഒരു സാഹചര്യത്തിനകത്ത് ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരു ഡോഗിനെ, വൂണ്ടായിട്ട് കിടന്നൊരു ഡോഗിനെ ഞാനെടുത്ത് റെസ്ക്യൂ ചെയ്ത് തുടങ്ങിയതാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. എന്തായിരുന്നു ആ സംഭവം? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഒരു ദിവസം ഓട്ടം പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് റോഡിന്റെ നടുക്ക് ഒരു ചെറിയ ഇടുക്ക് വഴിയായിരുന്നു. ആ വഴിയുടെ സെൻട്രലായിട്ട് ഒരു ഡോഗ് കഴുത്തിൽ മൊത്തത്തിൽ ഒരു വൂണ്ടൊക്കെ ആയിട്ട് പുഴുവായിട്ട് മരിക്കാനായിട്ട് ലാസ്റ്റ് ബ്രെത്ത് എന്ന് തന്നെ പറയാം, ആ ഒരു രീതിയിൽ കിടക്കുകയായിരുന്നു. അന്നേരം ആ ഡോഗിനെ എടുത്ത് മാറ്റിയാൽ മാത്രമേ എനിക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ ആ ഡോഗിനെ കാണുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ഒരുപാട് പേരെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഇവരെ അങ്ങനെ വന്നെടുത്തോണ്ട് പോയി ചികിത്സ കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഓടുന്ന വണ്ടിക്കകത്ത് ഈ ഡോഗിനെ കയറ്റിക്കൊണ്ടുപോയി നമ്മുടെ പുനലൂർ ഗവൺമെന്റ് വെറ്റിനറി ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് ഈ വൂണ്ടൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രിപ്പൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് ആള് കുറച്ചൊന്ന് ഉഷാറായി. അന്നേരം പിന്നെ ഒരു 3-4 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ആള് ലൈഫിലേക്ക് തിരിച്ചു വന്നു. അന്നേരം ആ ഒരു ലാസ്റ്റ് ബ്രെത്തിന് വേണ്ടി അതായത് മരിക്കാനായിട്ട് കിടന്നിരുന്ന ആ ഒരു ഡോഗിനെ നമ്മൾ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അന്നേരം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എന്നെ ഈ ഒരു മേഖലയിൽ ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.